ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം. ജയ്ക്ക് ചിന്തയേറെ വെള്ള പൂശി തോൽക്കവേ. നോക്കുവിൻ സഖാക്കളെ നമ്മളെറിഞ്ഞ ക്യാപ്സൂളുകൾ ചാനലുകാർ തൂത്തുവാരി വേസ്റ്റ് കൊട്ടയിലിട്ടിതാ. ലാൽ സലാം ലാൽ സലാം. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. അതിശക്തനായ നടനും തിരക്കഥാകൃത്തും ശ്രീമാൻ പച്ചക്കുളം വാസു. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാ മാവന്റെ സൂപ്പർ പവേഴ്സ്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ അത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ ഞങ്ങൾ അത് നടപ്പിലാക്കും. ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് നടത്തും. അത് തടയാൻ ഈ പോലീസുകാർ പോരാ, അത് തടയാൻ ഈ RPF പോരാ, അത് തടയാൻ CISF പോരാ, അത് തടയാൻ ഏത് സൈനിക വൃന്ദം വന്നാലും കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ വിളംബരം എല്ലായിടത്തും എത്തിയില്ലേ? ഇവിടെ ഇരിക്കുന്നവന്മാർ ഉണ്ണാക്കന്മാരല്ല കേട്ടോ. ആസിഫ് അലി പോലെ വന്നവൻ എലി പോലെ ആയി. ബാക്കി പറ. അങ്ങ് പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ പൊന്മുടി മുതൽ ഇങ്ങറബിക്കടലിന്റെ തീരത്ത് കോവളം വരെയുള്ള 5.5 ലക്ഷം പ്രവർത്തകർ ഞങ്ങൾക്കുണ്ടെന്ന് എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ വന്നു പറഞ്ഞു. കളി തുടങ്ങിയോ? സണ്ണി, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സൈക്കോസിന്റെ അത്ര ഭയാനകമായ വെർഷനൊന്നും അല്ല.